സംസ്ഥാനത്ത് പുതുതായുള്ള കോവിഡ് ബാധ മൂന്നക്കത്തിലേക്ക് കടന്ന ദിവസമാണിന്ന്. 111 പേർക്കാണ് ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ജൂൺ 1-ന് 57 പേർക്കായിരുന്നു. 2-നത് 86ആയി. 3-ന് 82, 4-ആയപ്പോൾ 94, ഇന്ന് 111. ഇപ്പോൾ സ്ഥിതി രൂക്ഷമാകുന്നുവെന്നാണ് ഇത് കാണിക്കുന്നത്. ഇന്ന് രോഗം ബാധിച്ചവരിൽ 50 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 48 പേരുണ്ട്. സമ്പർക്കത്തിലൂടെ 10 പേർക്കുണ്ട്. 3 ആരോഗ്യ പ്രവർത്തകരുമുണ്ട്. ഈ രോഗബാധ സ്ഥിരീകരിച്ച മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുടെ കണക്കെടുത്താൽ മഹാരാഷ്ട്ര 25, തമിഴ്നാട് 10, കർണാടക 3, ഉത്തർപ്രദേശ്, ഹരിയാന, ലക്ഷദ്വീപ് 1 വീതം, ഡൽഹി 4, ആന്ധ്രാപ്രദേശ് 3. 22 പേര് ഇന്ന് കോവിഡ് മുക്തരായിട്ടുണ്ട്. അത് തിരുവനന്തപുരം 1, ആലപ്പുഴ 4, എറണാകുളം 4, തൃശ്ശൂർ 5, കോഴിക്കോട് 1, കാസർഗോഡ് 7. പോസിറ്റീവായ ജില്ല തിരിച്ച കണക്ക് നോക്കിയാൽ പാലക്കാട് 40, മലപ്പുറം 18, പത്തനംതിട്ട 11, എറണാകുളം 10, തൃശ്ശൂർ 8, തിരുവനന്തപുരം 5, ആലപ്പുഴ 5, കോഴിക്കോട് 4, ഇടുക്കി 3, കൊല്ലം 2, വയനാട് 3, കോട്ടയം, കാസർഗോഡ് 1 വീതം. 3597 സാമ്പിളുകളാണ് ഇന്ന് പരിശോധിച്ചത്. ഇതുവരെ 1697 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 973 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 1,77,106 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ആയിരത്തി 545 പേരാണ് നിരീക്ഷണത്തിലുള്ളവരിൽ ആശുപത്രികളിലുള്ളത്. ഇന്ന് മാത്രം 247 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 79,074 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 74,769 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതുവരെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 19,650 സാമ്പിളുകളാണ് ശേഖരിച്ചത്. അതിൽ 18,049 നെഗറ്റീവായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ 1,04,045 സാമ്പിളുകളാണ് ആകെ പരിശോധിച്ചത്. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 128ആയി.
വയനാട് 3, കണ്ണൂർ, കോഴിക്കോട് ഓരോന്ന് വീതം പുതിയ ഹോട്ട്സ്പോട്ടുകൾ വന്നതാണ്. ആൻറ്റിബോഡി ടെസ്റ്റുകൾ വ്യാപകമായി ആരംഭിക്കുകയാണ്. ICMR വഴി 14,000 കിറ്റ് ലഭിച്ചിട്ടുണ്ട്. അതിൽ 10,000 വിവിധ ജില്ലകൾക്ക് നൽകി. 40,000 കിറ്റ് കൂടി 3 ദിവസം കൊണ്ട് കിട്ടും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരാഴ്ച 15,000 വരെ ആൻറ്റിബോഡി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. സമൂഹവ്യാപനമുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കൂടിയാണിത്. ആൻറ്റിബോഡി ടെസ്റ്റ് പോസിറ്റീവായാൽ PCR ടെസ്റ്റ് നടത്തും. വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമായി 1,77,033 പേരാണ് ഇതുവരെ സംസ്ഥാനത്തെത്തിയത്. ഇതിൽ 30,363 പേർ വിദേശത്തു നിന്നെത്തിയവരാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് 1,46,670 പേർ വന്നു. ഇവരിൽ 93,783 പേർ തീവ്ര രോഗവ്യാപനമുള്ള മേഖലകളിൽ നിന്ന് എത്തിയവരാണ്. അതായത് 63% പേര് തീവ്ര രോഗവ്യാപനമുള്ള മേഖലകളിൽ നിന്ന് വന്നവരാണ്. റോഡ് വഴി 79% പേരാണ് വന്നത്. റെയിൽ വഴി 10.81%, വിമാനം വഴി 9.49%. മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം പരിശോധിച്ചാൽ തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ പേർ, 37%. കർണാടക 26.9%, മഹാരാഷ്ട്ര 14%. വിദേശത്തുള്ളവരിൽ UAE-യിൽ നിന്നാണ് കൂടുതൽ പേർ തിരിച്ചെത്തിയത്, 47.8%. ഒമാൻ 11.6%, കുവൈറ്റ് 7.6%. വന്നവരിൽ 680 പേർക്കാണ് ഇന്ന് വരെ രോഗബാധ സ്ഥിരീകരിച്ചത്. അതിൽ 343 പേർ വിദേശങ്ങളിൽ നിന്നും 337 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരിൽ ഏറ്റവും കൂടുതൽ രോഗബാധയുണ്ടായത് മഹാരാഷ്ട്രയിൽ നിന്നുള്ളവർക്കാണ്, 196. ഇന്ന് സംസ്ഥാനത്ത് പുതിയ രോഗികളുടെ എണ്ണം ഇതുവരെയുള്ളതിൽ ഏറ്റവും വർദ്ധിച്ച ദിനം. ഇതേ ഘട്ടത്തിൽ തന്നെയാണ് ലോക്ക്ഡൗണിൽ ഇളവുകൾ വരുന്നതും ആരാധനാലയങ്ങളും റെസ്റ്റോറൻറ്റുകളും മാളുകളും മറ്റും തുറക്കുന്നതും. നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളിയും ഉത്തരവാദിത്വവും അസാധാരണമാംവിധം വർദ്ധിക്കുകയാണ്. ചാർട്ട് ചെയ്തതനുസരിച്ച് വിമാനങ്ങൾ വന്നാൽ ഈ മാസം 1,00,000-ലധികം പേർ വിദേശങ്ങളിൽ നിന്ന് നാട്ടിലെത്തും. പൊതുഗതാഗത സംവിധാനം തുറക്കുക കൂടി ചെയ്യുമ്പോൾ വരുന്നവരുടെ എണ്ണം പിന്നെയും ഗണ്യമായി വർദ്ധിക്കും. എല്ലാവരെയും സുരക്ഷിതമായി സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. ഇളവുകൾ ഒരു കാരണവശാലും രോഗം പടരാനുള്ള സാധ്യതയായി മാറരുത്. ഇന്ന് സമ്പർക്കത്തിലൂടെ
രോഗം ബാധിച്ചവരുടെ എണ്ണം 10 എന്ന് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഇത് കൂടുതൽ കരുതൽ വേണ്ടതിൻ്റെ സൂചന കൂടിയാണ്. എന്തു തന്നെ ഇളവുകളുണ്ടായാലും രോഗവ്യാപനത്തിനെതിരായ മുൻകരുതലും ശ്രദ്ധയും എല്ലാവരിലും ഉണ്ടാവണം. രോഗബാധിതരുടെ സംഖ്യ ഇനിയും വർദ്ധിക്കുമെന്ന് തന്നെയാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ അതിന് തക്ക സംവിധാനങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടെ ഒരുക്കും. ആദ്യഘട്ടത്തിൽ സമൂഹത്തിലാകെ ഉണ്ടായ ജാഗ്രതയും കരുതലും കുറഞ്ഞു പോകുന്നുണ്ടോ എന്നെല്ലാവരും പരിശോധിക്കണം. അപകടാവസ്ഥ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കണം. ആപത്തിൻ്റെ തോത് വർദ്ധിക്കുകയാണ് എന്ന് തിരിച്ചറിയണം. ജനങ്ങളെ ആകെ ബോധവൽക്കരിക്കാനുള്ള ഇടപെടൽ ശക്തിപ്പെടുത്തും. ഗുരുതരമായ രോഗം ബാധിക്കുന്നവർക്കുള്ള പ്രത്യേക പ്രോട്ടോക്കോൾ ആരോഗ്യവകുപ്പ് തയ്യാറാക്കും. വിദേശ രാജ്യങ്ങളിൽ രോഗവ്യാപനം തീവ്രമായ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരെ, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം തീവ്രമായ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരെയാകെ അതിവേഗത്തിൽ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കും. സാമൂഹിക അകലം, കൈകളുടെ ശുചീകരണം, മാസ്ക് ധാരണം ഇവയെല്ലാം നിർബന്ധമായും പാലിച്ചിരിക്കണം. അതിൽ പൊതുസ്ഥലങ്ങളിലായാലും തൊഴിലിടങ്ങളിലായാലും വാഹനങ്ങളിലായാലും ഉപേക്ഷ കാണിക്കരുത്. കേരളീയൻ്റെ സവിശേഷമായ ശുചിത്വബോധവും ആരോഗ്യപരിപാലന രീതിയും കൂടുതൽ ക്രിയാത്മകമായി പരിപാലിക്കപ്പെടണം. രാജ്യത്ത് ഘട്ടം ഘട്ടമായി ലോക്ക്ഡൗൺ ഇളവുകൾ വരികയാണ്. കേന്ദ്ര ഗവൺമെൻറ് ജൂൺ 8 മുതൽ വിവിധ തലത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരാധനാലയങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, റെസ്റ്റോറൻറ്റുകൾ, സർക്കാർ ഓഫീസുകൾ എന്നിവ സംബന്ധിച്ച ഇളവുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് പരിശോധിക്കുകയുണ്ടായി. സംസ്ഥാനത്ത് കേന്ദ്ര മാനദണ്ഡമനുസരിച്ച് ചില ഇളവുകൾ തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്രം പ്രഖ്യാപിച്ച ഇളവുകൾ പൊതുവായി സംസ്ഥാനത്ത് നടപ്പാക്കും. ആരാധനാലയങ്ങളുടെ പ്രവർത്തനം എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച് വിവിധ മതനേതാക്കളുമായി ചർച്ച ചെയ്തിരുന്നു. അതുകൂടി പരിഗണിച്ചാണ് സർക്കാർ തീരുമാനങ്ങളിലെത്തുന്നത്. 65 വയസ്സിന് മുകളിലുള്ളവർ, 10 വയസ്സിന് താഴെയുള്ളവർ, ഗർഭിണികൾ, മറ്റ് അസുഖമുള്ള വ്യക്തികൾ ഇവരെല്ലാം വീട്ടിൽ തന്നെ കഴിയേണ്ടതാണ് എന്നാണ് കേന്ദ്ര മാർഗനിർദ്ദേശം. അതിവിടെയും നടപ്പാക്കും. മതസ്ഥാപനങ്ങൾ നടത്തുന്നവർ ഇത്തരത്തിൽ അറിയിപ്പ് നൽകേണ്ടതാണ്. പൊതുസ്ഥലങ്ങളിൽ കുറഞ്ഞത് 6 അടി അകലം പാലിക്കണമെന്നത് ആരാധനാലയങ്ങൾക്കും ബാധകമാണ്. ആരാധനാലയങ്ങളിൽ എത്തുന്നവരെല്ലാം മാസ്ക് ധരിച്ചിരിക്കണം. കൈകൾ
സോപ്പ് ഉപയോഗിച്ച് കഴുകണം. സാധ്യമായ സ്ഥലങ്ങളിൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കണം. ഇത് നടപ്പാക്കുന്നതിൽ എല്ലാവരും യോജിച്ചിട്ടുണ്ട്. ആദ്യം വരുന്നവർ ആദ്യം എന്ന നിലയിൽ ആരാധനാലയങ്ങളിൽ എത്തുന്നവരുടെ എണ്ണം ക്രമീകരിക്കണം. കൂട്ടം ചേരൽ ഉണ്ടാകരുത്. പൊതുവായ ടാങ്കുകളിലെ വെള്ളം ശരീരം വൃത്തിയാക്കാൻ ഉപയോഗിക്കരുത്. ടാപ്പുകളിൽ നിന്ന് മാത്രമേ ഉപയോഗിക്കാവൂ. ചുമക്കുമ്പോൾ തൂവാല കൊണ്ട് മുഖം മറക്കണം. ടിഷ്യൂ ഉപയോഗിക്കുന്നുവെങ്കിൽ ശരിയായി നിർമ്മാർജ്ജനം ചെയ്യണം. പൊതുസ്ഥലത്ത് തുപ്പരുത്. രോഗലക്ഷണങ്ങളുള്ളവർ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കരുത്. COVID-19 ബോധവൽക്കരണ പോസ്റ്ററുകൾ പ്രകടമായി പ്രദർശിപ്പിക്കണം. ചെരുപ്പുകൾ അകത്ത് കടത്തരുത്. നിശ്ചിത അകലത്തിൽ പ്രത്യേകം സൂക്ഷിക്കണം. ക്യൂ നിൽക്കേണ്ട സ്ഥലം പ്രത്യേകം അടയാളപ്പെടുത്തണം. കയറുന്നതിനും ഇറങ്ങുന്നതിനും വെവ്വേറെ പോയിന്റുകൾ ഉണ്ടാകണം. കേന്ദ്രം മുൻപോട്ട് വെച്ച ഈ നിബന്ധനകൾ ഇവിടെയും നടപ്പാക്കാനാവും. ആരാധനാലയങ്ങളിൽ എത്തുന്നവരുടെ പേര് വിവരം സൂക്ഷിക്കേണ്ടതാണ്. എയർ കണ്ടീഷനുകൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. ഉപയോഗിക്കുകയാണെങ്കിൽ കേന്ദ്ര നിബന്ധന അനുസരിച്ച് 24 മുതൽ 30 വരെ ഡിഗ്രി സെൽഷ്യസ് എന്ന ക്രമത്തിൽ താപനില ക്രമീകരിക്കേണ്ടതാണ്. വിഗ്രഹങ്ങളിലും വിശുദ്ധ പുസ്തകങ്ങളിലും തൊടരുത്. ഭക്തിഗാനങ്ങളും കീർത്തനങ്ങളും കൂട്ടായി പാടുന്നത് ഒഴിവാക്കി റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കണം. പായ, വിരിപ്പ് എന്നിവ പ്രാർത്ഥനയ്ക്കെത്തുന്നവർ അവർ തന്നെ കൊണ്ടുവരേണ്ടതാണ്. അന്നദാനവും മറ്റും ഒഴിവാക്കുന്നതാണ് നല്ലത്. ചോറൂണ് മുതലായ ചടങ്ങുകൾ ഒഴിവാക്കണം. മാമോദീസ നടത്തുന്നുണ്ടെങ്കിൽ കരസ്പർശമില്ലാതെയായിരിക്കണം. എന്തായാലും ആൾക്കൂട്ടം ഒഴിവാക്കണം. രോഗപകർച്ചയുടെ സാധ്യത തടയുകയും വേണം. പ്രസാദവും തീർത്ഥജലം തളിക്കുന്നതും ഒഴിവാക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശത്തിലുണ്ട്. ഖര ദ്രാവക വസ്തുക്കൾ കൂട്ടായി വിതരണം ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും നിലപാട്. അസുഖമുള്ള വ്യക്തി ആരാധനാലയത്തിൽ എത്തിച്ചേർന്നാൽ എങ്ങനെ ചികിത്സ ലഭ്യമാക്കണം എന്നതിനുള്ള കേന്ദ്ര മാനദണ്ഡങ്ങൾ അതേപടി സംസ്ഥാനത്ത് നടപ്പാക്കും. ഹോട്ടൽ, ഹോസ്പിറ്റാലിറ്റി യൂണിറ്റുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഓഫീസുകൾ, തൊഴിൽ സ്ഥാപനങ്ങൾ ഇവയ്ക്കെല്ലാം പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. താമസിക്കാനുള്ള ഹോട്ടലുകളിൽ സാനിറ്റൈസർ, താപപരിശോധനാ സംവിധാനങ്ങൾ ഉണ്ടാകണം. ഹാജരാകുന്ന സ്റ്റാഫിനും ഗസ്റ്റുകൾക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടാകരുത്. സ്റ്റാഫും ഗസ്റ്റും ഹോട്ടലിലുള്ള മുഴുവൻ സമയവും മുഖാവരണം നിർബന്ധമായും ധരിച്ചിരിക്കണം. അകത്തേക്കും പുറത്തേക്കുമുള്ള പ്രവേശനത്തിന് പ്രത്യേക സംവിധാനമുണ്ടാകണം. പല ഹോട്ടലുകളിലും ഈ സംവിധാനമില്ല.
എന്നാലും ആളുകൾ കയറുന്നതും ഇറങ്ങുന്നതും ഒരേ സമയത്താകരുതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ലിഫ്റ്റിൽ കയറുന്ന ആളുകളുടെ എണ്ണം പരിമിതപ്പെടുത്തണം. അകലം പാലിക്കണം. എക്സലേറ്ററുകളിൽ ഒന്നിടവിട്ട പടികളിൽ നിൽക്കേണ്ടതാണ്. അതിഥിയുടെ യാത്രാചരിത്രം, ആരോഗ്യസ്ഥിതി ഇവ സ്വയം സാക്ഷ്യപ്പെടുത്തി റിസപ്ഷനിൽ നൽകണം. പേയ്മെൻറ്റുകൾ ഓൺലൈൻ മാർഗത്തിൽ വാങ്ങേണ്ടതാണ്. സ്പർശനം ഒഴിവാക്കുന്ന രീതിയിലായിരിക്കണം. ലഗേജ് അണുവിമുക്തമാക്കണം. കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ സന്ദർശിക്കരുതെന്ന് ആവശ്യപ്പെടണം. റൂം സർവീസ് പരമാവധി പ്രോത്സാഹിപ്പിക്കണം. റൂമിൻ്റെ വാതിൽക്കൽ ആഹാര സാധനങ്ങൾ വെക്കണം. താമസക്കാരുടെ കയ്യിൽ നേരിട്ട് നൽകരുത്. എയർ കണ്ടീഷണർ 24-30 ഡിഗ്രി സെൽഷ്യസിൽ പ്രവർത്തിക്കണം. പരിസരവും ശൗചാലയങ്ങളും അണുമുക്തമാക്കണം. കുട്ടികളുടെ കളിസ്ഥലങ്ങൾ, ഗ്രെയിം മാർക്കേഡുകൾ അടച്ചിടണം. റെസ്റ്റോറൻറ്റുകൾ തുറന്ന് ആളുകൾക്ക് അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. എന്നാൽ പൊതുനിബന്ധനകൾക്ക് പുറമെ ഹോം ഡെലിവറി പരമാവധി പ്രോത്സാഹിപ്പിക്കണം. ഹോം ഡെലിവറിക്ക് പോകുന്ന ജീവനക്കാരുടെ താപപരിശോധന നടത്തണം. ബുഫേ നടത്തുന്നുവെങ്കിൽ സാമൂഹ്യ അകലം കൃത്യമായി പാലിക്കണം. മെനു കാർഡുകൾ ഒരാൾ ഉപയോഗിച്ച ശേഷം നശിപ്പിക്കുന്ന രീതിയിൽ ഡിസ്പോസിബിൾ വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കണം. തുണി കൊണ്ടുള്ള നാപ്കിനുകൾക്ക് പകരം പേപ്പർ നാപ്കിനുകൾ ഉപയോഗിക്കണം. റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം വിളമ്പുന്നവർ മാസ്കും കയ്യുറയും ധരിക്കണം. ഫുഡ് കോർട്ടുകളിലും റെസ്റ്റോറൻറ്റുകളിലും സിറ്റിംഗ് കപ്പാസിറ്റിയുടെ 50% മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ജീവനക്കാർ മാസ്കും കയ്യുറയും ധരിക്കണം. ഷോപ്പിംഗ് മാളുകളിലാണ് ഈ നിബന്ധന. ഡിജിറ്റൽ മോഡിലൂടെയുള്ള പണം സ്വീകരിക്കൽ പ്രോത്സാഹിപ്പിക്കണം. എല്ലാ ടേബിളുകളും ഉപഭോക്താവ് പോയതിനു ശേഷം അണുമുക്തമാക്കണം. മാളുകൾക്കുള്ളിലെ സിനിമാ ഹാളുകൾ അടച്ചിടണം. കുട്ടികളുടെ കളിസ്ഥലങ്ങൾ, ഗെയിം ആർക്കേഡുകൾ തുറക്കരുത്. പിന്നെയുള്ളത് ഓഫീസുകൾ, തൊഴിൽ സ്ഥലങ്ങളാണ്. സന്ദർശകർക്ക് സാധാരണഗതിയിലുള്ള പാസുകൾ നൽകുന്നത് അനുവദിക്കില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ അനുമതിയോടെ മതിയായ സ്ക്രീനിങ്ങിന് ശേഷം പ്രത്യേകമായി പാസ് നൽകാം. കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ താമസിക്കുന്ന ഡ്രൈവർമാർ വാഹനം ഓടിക്കരുത്. വാഹനത്തിൻ്റെ ഉൾഭാഗം, സ്റ്റിയറിംഗ് വീൽ, ഡോർ ഹാൻഡിൽ, താക്കോലുകൾ ഇവയെല്ലാം അണുമുക്തമാക്കണം. പ്രായമുള്ള ജീവനക്കാർ, ഗർഭിണികൾ, മറ്റ് രോഗാവസ്ഥയുള്ളവർ ഇവർ അധിക മുൻകരുതൽ സ്വീകരിക്കണം. ഇവരെ പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ജോലികൾ ഏൽപ്പിക്കരുത്. കഴിയുന്നത്ര ഇവർക്ക് വർക്ക് ഫ്രം ഹോം ഒരുക്കണം. യോഗങ്ങൾ കഴിയുന്നത്ര വീഡിയോ കോൺഫറൻസ് വഴിയാക്കണം. ഓഫീസുകളിൽ ബാക്കിയുള്ള ഫയലുകൾ തീർപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. വ്യത്യസ്ത ഓഫീസുകളുടെ സമയവും ഉച്ചഭക്ഷണം, കോഫി ഇടവേളകളും പരമാവധി വ്യത്യസ്ത സമയങ്ങളിലാക്കേണ്ടതാണ്. പ്രവേശനത്തിനും പുറത്തു പോകുന്നതിനും പ്രത്യേകം കവാടങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ക്യാൻറ്റീനുകളിൽ ജീവനക്കാർ കയ്യുറകളും മാസ്കും ധരിക്കണം. 1 മീറ്റർ അകലത്തിലേ ഇരിക്കാവൂ. അടുക്കളയിൽ സ്റ്റാഫ് സാമൂഹ്യ അകലം പാലിക്കണം. ഓഫീസുകളിൽ ആരെങ്കിലും
കോവിഡ് ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചാൽ പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി വൈദ്യസഹായം ലഭ്യമാക്കണം. സമ്പർക്കം കണ്ടെത്തി അവരെ ഹൈ റിസ്ക്, ലോ റിസ്ക് എന്നിങ്ങനെ തരംതിരിക്കും. ഹൈ റിസ്ക് സമ്പർക്കമുള്ളവരെ 14 ദിവസം ക്വാറന്റൈൻ ചെയ്യും. ലോ റിസ്ക് സമ്പർക്കമാണെങ്കിൽ ആരോഗ്യസ്ഥിതി 14 ദിവസം നിരീക്ഷിക്കും. ഈ ഘട്ടത്തിൽ ഓഫീസിൽ വരാൻ സാധിക്കാത്ത ജീവനക്കാർ അതത് ജില്ലകളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം. വകുപ്പ് തലവന്മാർ ഇത് ഉറപ്പുവരുത്തണം. ജില്ലാ കളക്ടർമാർ മുഖേന വകുപ്പ് തലവന്മാർ ഇവരുടെ ജോലി സംബന്ധിച്ച റിപ്പോർട്ട് വാങ്ങേണ്ടതാണ്. പൊതുവെ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ കൂടി പ്രത്യേകമായി പറയേണ്ടതായിട്ടുണ്ട്. ആരാധനാലയങ്ങളിൽ ആഹാരസാധനങ്ങളും നൈവേദ്യവും അർച്ചനാദ്രവ്യങ്ങളും വിതരണം ചെയ്യുന്നത് തൽക്കാലം ഒഴിവാക്കേണ്ടതാണ്. ഒരു പ്ലേറ്റിൽ നിന്ന് ചന്ദനവും ഭസ്മവും നൽകരുത്. ചടങ്ങുകളിൽ കരസ്പർശം പാടില്ല. ആരാധനാലയങ്ങളുടെ വലുപ്പമനുസരിച്ചും സാമൂഹ്യ അകല നിബന്ധന പാലിച്ചും ഒരു സമയം എത്ര പേർ വരണമെന്ന കാര്യത്തിൽ ക്രമീകരണം വരുത്തും. 100 ചതുരശ്ര മീറ്ററിന് 15 പേർ എന്ന തോത് അവലംബിക്കും. എന്നാൽ ഒരു സമയം എത്തിച്ചേരുന്നവരുടെ എണ്ണം പരമാവധി 100 പരിമിതപ്പെടുത്തും. ആരാധനാലയങ്ങൾ വരുന്ന വ്യക്തികളുടെ പേരും ഫോൺ നമ്പറും ശേഖരിക്കണം. പേന ആരാധകർ തന്നെ കൊണ്ടുവരുന്നതാണ് നല്ലത്. കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ താമസിക്കുന്നവർക്ക് വർക്ക് ഫ്രം ഹോം നൽകണം. ലിഫ്റ്റുകളിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ നിർബന്ധമായും ഉണ്ടാകണം. എല്ലാവരും ലിഫ്റ്റ് ബട്ടണുകൾ അമർത്തുന്ന രീതി ഉണ്ടാകരുത്. റാമ്പുകളുടെയും ഗോവണിപ്പടികളുടെയും കൈവരികളിൽ പിടിച്ചു കയറുന്ന ശീലമാണ് ഉണ്ടാകൽ. അത് കൈ പിടിക്കാതെ തന്നെ നമ്മൾ കയറണം. എന്നാൽ ഭിന്നശേഷിക്കാരായവർ ഗോവണിപ്പടി സ്വാഭാവികമായും പിടിക്കേണ്ടി വരും. അപ്പോൾ അവർ നിർബന്ധമായും കൈയുറകൾ ധരിച്ചിരിക്കണം. പരാതികൾ ഓൺലൈനായി സ്വീകരിക്കുന്നതാണ് നല്ലത്. പരാതികൾ നേരിട്ട് സമർപ്പിക്കാൻ സന്ദർശകർ എത്തുന്നത് പരമാവധി ഒഴിവാക്കണം. ഓൺലൈൻ പരാതികൾക്ക് കൃത്യമായ മറുപടി നൽകുന്ന സംവിധാനവും ഉണ്ടാക്കും. മാളുകളിൽ ആരാധനാലയങ്ങളെപ്പോലെ തന്നെ വിസ്തീർണമനുസരിച്ച് ഒരു സമയം പരമാവധി എത്ര പേർ എന്നത് നിശ്ചയിക്കണം. അവിടെയും വരുന്നവരുടെ പേരുവിവരവും ഫോൺ നമ്പരും രേഖപ്പെടുന്ന സംവിധാനമുണ്ടാകണം. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ചായക്കടകൾ, ജ്യൂസ് കടകൾ ഇവ വിളമ്പുന്ന പാത്രങ്ങൾ നല്ല ചൂടുവെള്ളത്തിൽ കഴുകണം. അത് പ്രത്യേകമായി നിഷ്കർഷിക്കേണ്ടതാണ്. ശബരിമല ദർശനം വെർച്വൽ ക്യൂ മുഖേന നിയന്ത്രിക്കും. ഒരു സമയം ദർശനത്തിലെത്തുന്നവരുടെ എണ്ണം 50-ലധികം പാടില്ല. നിലക്കലിലും പമ്പയിലും സന്നിധാനത്തും തെർമൽ സ്കാനർ ഏർപ്പെടുത്തും. മാസ്ക് നിർബന്ധമാക്കും. നെയ്യഭിഷേകത്തിന് ഭക്തർ പ്രത്യേക സ്ഥലത്ത് നെയ്യ് കൈമാറുന്ന രീതി അവലംബിക്കണം. ദേവസ്വം ജീവനക്കാർക്കും
കയ്യുറയും മാസ്കും നിർബന്ധമാക്കും. കേന്ദ്ര നിർദ്ദേശമനുസരിച്ച് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും 65 വയസ്സിൽ കൂടുതലുള്ളവരെയും അനുവദിക്കില്ല. ശാന്തിക്കാർ പ്രസാദം വിതരണം ചെയ്യരുത്. കൊടിയേറ്റവും ആറാട്ടും പരിമിതമായ രീതിയിലാണ് നടത്തുക. ആരാധനാലയങ്ങളും റെസ്റ്റോറൻറ്റുകളും മാളുകളും ഹോട്ടലുകളും ജൂൺ 9 മുതൽ നിയന്ത്രണ വിധേയമായി പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ജൂൺ 8 തുറക്കാം. എല്ലാ സ്ഥലങ്ങളും അന്ന് അണുവിമുക്തമാക്കുകയാണ് വേണ്ടത്. ഇത്രയും നാൾ അടച്ചിട്ടതാണ്. ക്ലീൻ ചെയ്യുക, അണുവിമുക്തമാക്കുക. അതിന് 8-ാം തീയതി ഉപയോഗിക്കുക. 9-ാം തീയതി തൊട്ട് തുറന്ന് പ്രവർത്തിക്കുക. ചില റെയിൽവേ സ്റ്റേഷനുകൾ ഇറങ്ങിയാൽ വീട്ടിലേക്ക് പോകുന്നതിന് സൗകര്യം ലഭിക്കുന്നില്ല എന്ന പരാതി വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് ഇടപെടാൻ ജില്ലാ കളക്ടർമാർക്ക് ചുമതല നൽകി. അതിന് പ്രത്യേകമായി പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായവും ലഭ്യമാക്കും. ബസ്സുകളും ഇതര വാഹനങ്ങളും വേണ്ടി വന്നാൽ ഏർപ്പെടുത്താനും അനുവാദം നൽകിയിട്ടുണ്ട്. കോവിഡിന് പുറമെ മറ്റ് രോഗങ്ങൾ, പ്രത്യേകിച്ച് മഴക്കാലത്ത് വരുന്ന സാഹചര്യത്തിൽ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികളെ കൂടി ഇതിൽ ഭാഗഭാക്കാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടെലിമെഡിസിൻ സൗകര്യം വ്യാപകമായി ഏർപ്പെടുത്തും. കോവിഡ് ഇതര രോഗങ്ങളെ വേർതിരിച്ച് കണ്ടുള്ള ചികിത്സാ സംവിധാനമാണ് ഒരുക്കുന്നത്. സംസ്ഥാനത്ത് നിന്ന് ഇതുവരെ 1,67,355 അതിഥി തൊഴിലാളികൾ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. നല്ലൊരു ഭാഗം അതിഥി തൊഴിലാളികൾ ഇവിടെ തന്നെ കഴിയുന്നുണ്ട്. ജോലികൾ തുടങ്ങിയ സ്ഥിതിക്ക് അവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ തുടരണം. കൂട്ടമായി താമസിക്കുകയാണവർ. ജോലിസ്ഥലത്ത് അവരെ കൊണ്ടുപോകുന്നതിന് പ്രോട്ടോക്കോൾ ഉണ്ടാക്കും. കരാറുകാരാണ്. യാത്രയിലും മറ്റും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കേണ്ടത്. ചില സ്ഥലങ്ങൾ രോഗവ്യാപനത്തിൻ്റെ കേന്ദ്രങ്ങളായി പറയുന്നുണ്ട്. അതിൽ ഒന്ന് തലശ്ശേരി മത്സ്യ മാർക്കറ്റാണ്. അത്തരം പ്രദേശങ്ങളിൽ ഉചിതമായ അണുമുക്ത നടപടികളടക്കം സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ചവരിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ചിലരുടെ കാര്യം നേരത്തെ പൊതുചർച്ചയിൽ വന്നിരുന്നു. അത്തരക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കും. അവർ എവിടെയൊക്കെ പോയി എന്ന് അറിയാൻ അന്വേഷണം നടത്തും. നിർമ്മാണ സാധനങ്ങൾക്ക് വില കൂട്ടുന്നത് ശക്തമായി തടയും. ഈ തക്കം നോക്കി വില വർദ്ധിപ്പിക്കുന്ന പ്രവണത പലയിടത്തുമുണ്ട്. അത് അംഗീകരിക്കില്ല. മാസ്ക് ധരിക്കാത്ത 3165 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 13 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. ക്ഷേമനിധിയിൽ അംഗങ്ങളല്ലാത്ത ജനവിഭാഗങ്ങൾക്കുള്ള 1000 രൂപ സഹായം 11 ലക്ഷം പേർക്ക് ഇതിനകം കൊടുത്തിട്ടുണ്ട്. ഞായറാഴ്ചയോടെ ഇതിൻ്റെ വിതരണം പൂർത്തിയാകും. ആകെ 14,72,236 പേർക്കാണ് സഹായം ലഭിക്കുക. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി 1481 കോടി രൂപ ഇതിനകം അനുവദിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ഫിഷറീസ്, MSME മേഖലകൾക്കാണ് വായ്പ നൽകുന്നത്.
വിക്ടേഴ്സ് ചാനൽ ഇപ്പോൾ കൂടുതൽ ഡിജിറ്റൽ ഫോമുകളിൽ ലഭ്യമാകുന്നുണ്ട്. ജിയോ ടി വിയിലും ഇന്നലെ മുതൽ വിക്ടേഴ്സ് ലഭ്യമാക്കിയതായി കമ്പനി അറിയിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ നെറ്റ്വർക്ക് വഴി വിക്ടേഴ്സ് കാണാൻ കഴിയും. സംസ്ഥാനത്ത് നല്ല രീതിയിൽ ജിയോ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഇത് കാണാൻ കഴിയും. കോവിഡ് പ്രതിരോധത്തിനായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷനും കേരള കാർട്ടൂൺ അക്കാദമിയും സംയുക്തമായി എല്ലാ ജില്ലകളിലും കാർട്ടൂൺ മതിലുകളൊരുക്കി. ആരോഗ്യവകുപ്പിൻ്റെ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ചിത്രങ്ങൾ വരച്ചത്. വ്യത്യസ്തമായ പരിപാടിക്ക് നേതൃത്വം നൽകിയ കാർട്ടൂൺ അക്കാദമിയെയും കാർട്ടൂണിസ്റ്റുകളെയും അഭിനന്ദിക്കുന്നു. ഈ ഘട്ടത്തിൽ സഹായിക്കാൻ പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. കോട്ടയം ജ്ഞാനായ കത്തോലിക്ക അതിരൂപത ക്വാറന്റൈൻ ആവശ്യങ്ങൾക്കായി 4 സ്ഥാപനങ്ങൾ വിട്ടുകൊടുത്തതായി മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് അറിയിച്ചു. കൂടാതെ 2,08,00,000 രൂപ കൊറോണ പ്രതിരോധത്തിനും സാമൂഹിക ശാക്തീകരണത്തിനും ഭക്ഷ്യ സുരക്ഷാ പ്രവർത്തനങ്ങൾക്കുമായി വിനിയോഗിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഓൺലൈൻ പഠന സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്ക് സൗകര്യമൊരുക്കാൻ ആവശ്യമായ തുകയുടെ 75% KSFE നൽകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. കോഴിക്കോട് ജില്ലയിൽ സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത കുട്ടികൾ സൗകര്യമൊരുക്കാൻ ആവശ്യമായ തുകയുടെ 25% വഹിക്കുമെന്ന് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘം കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട്. PV അൻവർ MLA 100 TV സെറ്റ്, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ 50 TV സെറ്റ്. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ പാനൂർ പാറാട്ടിലെ രക്തസാക്ഷി സഖാവ് കല്ലായി അനീഷിൻ്റെ അമ്മ കൗസു രക്തസാക്ഷി കുടുംബസഹായ ഫണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് 50 ലക്ഷം. AIYF തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി 3,34,501 രൂപ. കൊടിയത്തൂരിലെ നാസർ കൊളായിൽ ചെറിയ പെരുന്നാൾ ആഘോഷത്തിന് കരുതി വച്ചിരുന്ന 1,06,000 രൂപ. തിരക്കഥാകൃത്ത് ജോഷി മംഗലത്ത് 1,00,000 രൂപ. അഞ്ചരക്കണ്ടി കൊറോണ കെയർ സെൻ്ററിൽ നിന്നും കോവിഡ് രോഗമുക്തി നേടി ഇന്നലെ ഡിസ്ചാർജായ CP മെഹമ്മൂദ് 1,00,000 രൂപ. AITUC പുതുവൈപ്പ് ലോക്കൽ കമ്മിറ്റി ബിരിയാണി ഫെസ്റ്റിലൂടെ സമാഹരിച്ച 21,500 രൂപ. AIYF കുന്നിക്കോട് മേഖലാ കമ്മിറ്റി ബിരിയാണി ചാലഞ്ചിലൂടെ സമാഹരിച്ച 40,500 രൂപ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഒരു സമയം 100 പേര് എന്ന് പറഞ്ഞത് അമ്പലങ്ങളിലും പള്ളികളിലും അങ്ങനെയാണ്. കാരണം പള്ളികളിൽ കുർബാന ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്ന ആളുകളുണ്ട്, അത് മുസ്ലിം പള്ളികളിലെ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് വരുന്ന ആളുകളുണ്ട്. അപ്പൊ അവിടെയെല്ലാം ഈ 100 എന്നുള്ളൊരു സംഖ്യ പരിമിതപ്പെടുത്താനാണ് ഉദ്ദേശം. പരമാവധിയല്ലേ പറഞ്ഞത്? ആ പരമാവധി സംഖ്യ 100 ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. കാരണം വലിയ സ്ഥലമായിരിക്കാം, പക്ഷേ വലിയ സ്ഥലമായാലും ആ തരത്തിൽ ആളുകൾ പങ്കെടുക്കാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ മറ്റ് പരിപാടികളൊക്കെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ എല്ലാ ആരാധനാലയങ്ങൾക്കും അത് ബാധകമാണ്. അപ്പോൾ ഈ ശബരിമലയിൽ എങ്ങനെയായിരിക്കും? അത് 100 ആയിരിക്കുമോ? പോയിട്ട് തിരിച്ചിറങ്ങിയിട്ട് അടുത്ത കയറ്റവും അങ്ങനെയാണോ? ഞാൻ പറഞ്ഞില്ലേ 50 ആണത്. 50 മലയ്ക്ക് കയറിയിട്ട് തിരികെ വരണം. വെർച്വൽ ക്യൂ അനുസരിച്ച് 50. അത് കൃത്യമായിട്ട് വെർച്വൽ ക്യൂ അനുസരിച്ച് നിയന്ത്രിക്കാൻ പറ്റും. ഒരു പ്രയാസം ഉണ്ടാവില്ല. രോഗവ്യാപനം വളരെയധികം കൂടുന്ന സാഹചര്യത്തിൽ ആരാധനാലയങ്ങൾ തുറക്കുന്നത്
ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം IMA മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ, മാനദണ്ഡങ്ങൾ ഇളവ് നൽകാൻ സംസ്ഥാനത്തിന് കഴിയില്ല, പക്ഷെ കൂടുതൽ കർശനമാക്കാൻ കഴിയുമെന്ന് നേരത്തെ അങ്ങ് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ ഈ ആരാധനാലയങ്ങൾ തുറക്കരുതെന്നുള്ള ഡോക്ടർമാരുടെ അഭിപ്രായം സർക്കാർ കണക്കിലെടുക്കുമോ? അവരുടെ ആശങ്കകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമാണോ ഇപ്പോഴുള്ളത്? അത് കണക്കിലെടുക്കാൻ പറ്റില്ല. കാരണം ഈ കോവിഡ് കുറച്ചു കാലം നമ്മോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ അതിനനുസരിച്ചുള്ള ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് പ്രധാനം. അക്കാര്യത്തിൽ അതാണ് IMA പോലുള്ള സംഘടനകൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ആ ജാഗ്രത നല്ല രീതിയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാം. 11 പേരാണ് ഉള്ളത്. അതിൽ സമ്പർക്കത്തിലൂടെ വന്നത് 10 പേരാണ്. സുരക്ഷയിലും നിയന്ത്രണത്തിലും എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? സമ്പർക്കത്തിലൂടെ വ്യാപിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ചയുണ്ടാകുന്നതുകൊണ്ടല്ലോ. ഇത് വിവിധ സ്ഥലങ്ങളിലല്ലേ ആളുകളുള്ളത്. അവിടെ നമ്മളെല്ലാവരും ജാഗ്രത പാലിച്ചു പോകേണ്ടതാണ്. അത് കൂടുതൽ ശക്തമായി പ്രചരണങ്ങൾ നടത്തുക എന്നത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിന് ഓരോ ആളും സ്വയം, ഇതൊരു യുദ്ധമാണല്ലോ, കോവിഡിനെതിരായ യുദ്ധമാണല്ലോ, അതിൽ പടയാളിയായി മാറുക എന്നത് അതുകൊണ്ടാണ് പറയുന്നത്. നാടാകെ ഇതിൻ്റെ ഭാഗമായി അണിനിരക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു കൈവിട്ടുപോയ നമ്പറാണെന്ന് പറയാൻ കഴിയില്ല, പക്ഷേ വർധനവ് നമ്മെ ആശങ്കപ്പെടുന്നത് തന്നെയാണ്. കഴിഞ്ഞ 6 ദിവസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 32 പേർക്ക് സമ്പർക്കം മൂലം രോഗം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു സമൂഹ വ്യാപനത്തിന്റെ സൂചന കണ്ടിട്ടാണോ ആന്റിബോഡി ടെസ്റ്റ് ഒക്കെ വേഗത്തിൽ ആരംഭിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്? സമൂഹ വ്യാപനം വേറെ, സമ്പർക്കത്തിലൂടെ വരുന്നത് വേറെ. സമ്പർക്കത്തിലൂടെ വരുന്നത് നമുക്കറിയാം കൃത്യമായിട്ട് എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നുള്ളത്. സമൂഹ വ്യാപനത്തിൻ്റെ പ്രശ്നം വരുന്നത് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല എങ്ങനെയാണെന്ന്. അത് പല തരത്തിലും വ്യാപിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ്. അപ്പോൾ അത് അത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നാട്ടിലെത്തിയിട്ടില്ല. ചില കേസുകൾ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെയുണ്ട് എന്നുള്ളത്. എന്നാൽ അതൊരു സമൂഹ വ്യാപനത്തിൻ്റെ ഉദാഹരണമായി കാണാൻ കഴിയില്ല. എന്നാൽ സമൂഹ വ്യാപനത്തിൻ്റേതായ ആപത്തിൻ്റെ ഒരു വക്കിൽ നമ്മൾ നിൽക്കുന്നുവെന്ന് ഗൗരവമായി കാണേണ്ടതായിട്ടുമുണ്ട്. വിദഗ്ധരെല്ലാം പറയുന്നത് ഒരു ഘട്ടത്തിൽ സമൂഹ വ്യാപനം ഉണ്ടായേക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ അത് തടയാൻ വേണ്ടിയാണ് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും നാടാകെ ഒരേപോലെ ജാഗ്രത പാലിച്ചാൽ മാത്രമേ അത് നമുക്ക് തടയാൻ പറ്റൂ. ആരാധനാലയങ്ങളിൽ 65 വയസ്സിന് മേൽ പ്രായമുള്ളവർ പോകരുതെന്ന് പറയും. അപ്പൊ അത് അവിടുത്തെ പുരോഹിതന്മാർക്കും അത് ബാധകമായിരിക്കുമോ? അത് ചടങ്ങുകൾ നടത്തുന്ന പുരോഹിതന്മാർ 65 മേൽ പ്രായം ഉള്ളവരാകാൻ പാടില്ല. ഇതെല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണല്ലോ. കാരണം ഈ 65 വയസ്സ് കഴിഞ്ഞവരും എല്ലാവരും വിചാരിക്കുക ഞങ്ങളെല്ലാം പൂർണ്ണ ആരോഗ്യവാന്മാരാണ് എന്ന് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇക്കാര്യത്തിൽ നല്ല ജാഗ്രത പാലിക്കണം. ജാഗ്രത പാലിക്കൽ ഒഴിച്ചുകൂടാത്തതാണ്, പ്രത്യേകിച്ച് ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഇപ്പോൾ പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഈ പ്രായമുള്ളവരുണ്ട്. അവരെല്ലാമായിട്ടല്ലേ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയത്. അപ്പോൾ അവരെല്ലാവരും അത് അംഗീകരിക്കുന്ന കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ പ്രായമുള്ളവർ ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. CMA ഡ്രൈവിംഗ് സ്കൂളുകളുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുള്ള വലിയ ആശങ്കയാണ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളിലെ ആൾക്കാർക്കുള്ളത്, നടത്തിപ്പുകാർക്ക്. അതിപ്പോൾ തീരുമാനമായിട്ടില്ല. ഓൺലൈൻ ക്ലാസ്സുകൾ പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ ഒരു വിഭാഗം കുട്ടികളുണ്ട്, പൊതുവിദ്യാലയങ്ങൾ ഉൾപ്പെടെ. അവർക്ക് ഓൺലൈൻ സൗകര്യം പ്രായോഗികമല്ല. അപ്പോൾ അത് അവരുടെ എന്തെങ്കിലും അവരുടെ പരിഗണിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഇവരുടെ തെറാപ്പി മുടങ്ങിയിരിക്കുകയാണ് 2 മാസമായിട്ട്. അപ്പോൾ കുട്ടികളെല്ലാം പഴയ അവസ്ഥയിലേക്ക് മാറുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? അത് നമ്മൾ പടിപടിയായി ഓരോ കാര്യങ്ങളും എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. ഈ ശബരിമലയില് ഈ ഇതര സംസ്ഥാനക്കാരും വരുന്നൊരു സ്ഥലമാണല്ലോ. അപ്പൊ അവിടെ ഇതര സംസ്ഥാനക്കാർക്ക് വരാമോ, അല്ലെങ്കിൽ അവരുടെ ഈ വന്നാൽ തന്നെ അവരുടെ ഒരു അവരുടെ നിരീക്ഷണവും ജാഗ്രതയൊക്കെ നമുക്ക് ശക്തമായി നടത്താൻ കഴിയുമോ? അതിലൊന്ന് എന്താണ് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകും? അതിൽ വെർച്വൽ ക്യൂ സിസ്റ്റമാണ് പൂർണ്ണമായിട്ട് നമ്മൾ നടപ്പാക്കുന്നത്. അതിന് അനുമതിയുള്ളവർ മാത്രമേ സാധാരണഗതിയിൽ ആ സമയത്ത് എത്തുകയുള്ളൂ. അപ്പോൾ അതിലൂടെ കാര്യങ്ങൾ പരിശോധിച്ച് തീർച്ചപ്പെടുത്താൻ പറ്റും. ഈ ഘട്ടത്തിൽ വലിയ തോതിൽ ഇതര സംസ്ഥാനക്കാർ വരുന്നൊരു സമയമല്ല. ഇപ്പോൾ ഇതര സംസ്ഥാനക്കാർ വരേണ്ടതില്ല എന്ന നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടില്ല. ക്വാറന്റൈനിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചത്? അന്ന് സൂചിപ്പിക്കേണ്ട ചാർട്ടർ ഫ്ലൈറ്റുകൾ വരുമ്പോൾ 1 ലക്ഷം പേര് കൂടി വരാനുണ്ടെന്ന്. ഈ 7 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, അതിലെന്തെങ്കിലും നമ്മൾ നേരത്തെ ആവശ്യം ഹോം ക്വാറന്റൈൻ മാത്രം മതി എന്നുള്ളതായിരുന്നു. ആ നിലയിലേക്ക് വരാൻ എന്തെങ്കിലും നീക്കമുണ്ട്? ഒന്ന്. രണ്ടാമത്തെ ഈ പെയ്ഡ് ക്വാറന്റൈൻ എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ഉത്തരവിറങ്ങിയില്ല. അത് നമ്മൾ പിന്നോട്ട് പോയോ? അല്ല, ക്വാറന്റൈൻ തന്നെയാണ്. ആ ക്വാറന്റൈൻ നടപ്പാവും.
അതിൽ പ്രശ്നമൊന്നുമില്ല. അവർ വന്നാൽ ക്വാറന്റൈനിൽ തന്നെയാണ് കിടക്കേണ്ടത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ തന്നെ ഏത് ക്വാറന്റൈനായാലും ക്വാറന്റൈനാണ്. ക്വാറന്റൈനിൽ അവർ കിടക്കും. അതിനെപ്പറ്റി ഒരു ശങ്കയും വേണ്ട. ക്വാറന്റൈനിലായിരിക്കണം. സിഎം, ഈ പമ്പയിലെ മണൽ വാങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും വനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് കളക്ടർക്ക് ബിഷപ്പ് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അഭിപ്രായ വ്യക്തത എന്നും വന്നുകൊണ്ടിരിക്കുന്നു. സിഎം പറയുന്നു നിർബന്ധമായിട്ടും മാറണമെന്ന്. റവന്യൂ മന്ത്രി 2 ദിവസമായിട്ട് വാർത്താ സമ്മേളനത്തിൽ കാണാനുമില്ല. എന്താണ് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം? ഒരാശയക്കുഴപ്പമില്ല. റവന്യൂ മന്ത്രി വേറൊരു ആവശ്യത്തിന് കാസർഗോഡ് പോയതാണ്. അദ്ദേഹം വരുന്ന ദിവസം നിങ്ങൾ കണ്ടോളൂ. അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സിഎം, ഈ നേരത്തെ സ്റ്റേഡിയങ്ങൾ തുറക്കാമെന്ന് സിഎം പറഞ്ഞായിരുന്നു. പക്ഷേ ഈ നമ്മുടെ ടർഫ് പോലുള്ള ഈ കൃത്രിമ പുൽപ്പരപ്പിൽ കളിക്കുന്ന ഇതുണ്ട്. അപ്പോൾ അതൊക്കെ തുറക്കാൻ, ജിംനേഷ്യമൊക്കെ തുറക്കാനുള്ള ഒരു ഇളവുണ്ടോ? അതോടൊപ്പം ഈ ശനിയാഴ്ച പ്രവൃത്തി ദിവസത്തെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? ജിംനേഷ്യത്തിന് ഇപ്പോഴും ഇളവ് വന്നിട്ടില്ല. സ്റ്റേഡിയങ്ങളുടെ കാര്യത്തിൽ നേരത്തെ തന്നെ ചില മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കുള്ള പരിശീലനത്തിന് വേണ്ടി മാത്രമാണ് അത് എന്ന് അതിൽ അന്ന് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ശനിയാഴ്ചയുടെ കാര്യത്തിൽ ഇപ്പോൾ ശനിയാഴ്ച തുടരുക തന്നെയാണ്. കാരണം ഇന്ന് നേരത്തെയുള്ള സമ്പ്രദായം തുടരുക തന്നെയാണ്. പയ്യോളിയിൽ നിന്ന് ബഹ്റിനിലേക്ക് പോയ ഒരാൾക്ക് കോവിഡ് വിമാനത്താവളത്തിലെ പരിശോധനയിൽ സ്ഥിരീകരിച്ചു എന്നൊരു വാർത്തയുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ജാഗ്രത പയ്യോളി നഗരസഭാ മേഖലയിൽ, അദ്ദേഹം അവിടെയാണ് താമസിക്കുകയും ധാരാളം പേരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുകയും പ്രത്യേക നിർദ്ദേശങ്ങൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സാധാരണഗതിക്ക് ഇങ്ങനെ പോകുന്നവർ അവർ പരിശോധന നടത്തി കോവിഡ് മുക്തമാണ് എന്നുള്ള സർട്ടിഫിക്കറ്റെല്ലാം വാങ്ങിയാണ് പോവുക. എന്താണ് സംഭവിച്ചതെന്ന് അത് നമുക്ക് നോക്കാം. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വലിയ തോതിൽ ആരോഗ്യ പ്രവർത്തകരെ ഇന്ന് ക്വാറന്റൈൻ ചെയ്തതായിട്ട് അറിയുന്നുണ്ട്. അത് അവിടുത്തെ പ്രവർത്തനത്തെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമോ? 2, ഈ ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ക്ഡൌൺ തുടരുമോ? കാരണം അന്നിപ്പോ 1000 രൂപയുടെ സഹായ വിതരണം അന്ന് പൂർത്തിയാക്കുമെന്നാണ് സിഎം പറഞ്ഞത്. അപ്പോൾ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ തുടരുമോ? ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം പകരുന്നത് വലിയ ഉത്കണ്ഠ ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. അതിന് ഗൗരവമായിട്ടുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് ഈ ശ്രദ്ധിച്ചുകൊണ്ടെന്ന് സ്വീകരിക്കാൻ തയ്യാറാകുന്നുണ്ട്. കാരണം ഒരു പരിഭ്രാന്തി ആളുകളിൽ ഉണ്ടാക്കാനിടയാക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുകയാണ്. നല്ല നിലക്കുള്ള നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നല്ല പരിശോധനയും നടക്കും. ഓരോ സ്ഥലത്തും എന്താണ് നടന്നിട്ടുള്ളത് എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന സാഹചര്യമുണ്ടാകും. എന്തെങ്കിലും കൂടുതൽ കരുതൽ നടപടികൾ വേണ്ടതുണ്ടെങ്കിൽ അതും സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് സന്നദ്ധമാവുകയാണ്. അതിൽ വേറെ ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. ഇത് നിർഭാഗ്യവശാൽ ഒരു സ്ഥലത്ത് ഒരു രോഗിയെ പരിശോധിക്കുന്ന നില വന്നുപോയാൽ, രോഗിക്ക് കോവിഡ് ഉണ്ടെന്ന് മനസ്സിലാകാതെ തന്നെ പരിശോധിക്കുന്ന നില വന്നുപോയാൽ പിന്നെ അതിൻ്റെ ഭാഗമായി ആരൊക്കെ ബന്ധപ്പെട്ടു അവരൊക്കെ ക്വാറന്റൈനിൽ പോകേണ്ട അവസ്ഥയാണല്ലോ ഉള്ളത്. അത് ചില ഘട്ടത്തിൽ വിഷമം ഉണ്ടാക്കിയിട്ട് നമുക്കറിയാം. പക്ഷെ അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളത് പരമാവധി കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ പോകുന്നതിനാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സിഎം, ഒരു നേരിട്ടൊരു ചോദ്യം. ഈ മണ്ണ് വാരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വനം മന്ത്രിയായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇന്ന് CPIയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. മണ്ണ് വാരണമെങ്കിൽ വനം വകുപ്പിന്റെ അനുമതി വേണമെന്ന്. കഴിഞ്ഞ ദിവസം സിഎം പറഞ്ഞു അതിൻ്റെ ഒരു ആവശ്യമില്ല. എന്താണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ? എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൽ കൂടുതൽ പറയാനൊന്നുമില്ല. എല്ലാം പറഞ്ഞു. അവിടെ മണ്ണ് വാരിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പ്രശ്നമൊന്നുമില്ല. സിഎം, ഇന്ന് ഈ കോവിഡിനിടെ ഒരു വലിയ വിവാദം ചർച്ചയായി വന്നത് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഒരു പരാമർശം. ഈ കണ്ണൻകുളത്തൊരു പീഡനമുണ്ടായ സ്ഥലത്ത് പോയപ്പോൾ പാർട്ടി, കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ പാർട്ടിയാണെന്നുള്ളതാണ്. ആ ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾക്ക് അത്തരത്തിലൊരു പരാമർശം നടത്താമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുന്നത്. മഹിളാ കോൺഗ്രസും എല്ലാം ഉന്നയിക്കുന്നുണ്ട്. അതൊരു ശരിയായ ഒരു പ്രതികരണമായി തോന്നുന്നുണ്ട് അത്തരം ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരാളിൽ നിന്ന്? ഇപ്പം എൻ്റെ ശ്രദ്ധയിൽ അത്തരം ഒരു പ്രതികരണം ഇല്ല. എന്താന്ന് നോക്കട്ടെ. ഞാൻ എന്താ എനിക്ക് അറിയില്ല. ഇപ്പോൾ അറിയില്ല എനിക്ക്. ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വിദേശത്ത് നിന്ന് ഇന്ത്യയിൽ ടിക്കറ്റ് എടുത്ത നിരവധി മലയാളികളുണ്ട്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ ടിക്കറ്റ് മുഴുവൻ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. ക്യാൻസൽ ചെയ്തപ്പോൾ കേന്ദ്രം പറഞ്ഞിരുന്നത് മുഴുവൻ പൈസ തിരിച്ചു കൊടുക്കുമെന്നാണ്. അവർക്ക് ഇതുവരെ പൈസ തിരിച്ചു കൊടുത്തിട്ടുള്ളത് മാത്രമല്ല, കിട്ടിയവർക്ക് പകുതിയിൽ താഴെ പൈസയാണ് കിട്ടിയത്. ഇത്തരം മലയാളികൾ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാതെ അവിടെ കഴിയുകയാണ്. ഈ കാര്യത്തിലൊരു ഇടപെടൽ സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? തീർച്ചയായും അത് പൈസ തിരിച്ചു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നിലപാട്. അത് ബന്ധപ്പെടാം നമുക്ക് എന്താണെന്നുള്ളത്. RCCയിലെ ഈ പ്രായമായ അടിയന്തര ശസ്ത്രക്രിയ നടത്താൻ നേരത്തെ CM നിർദ്ദേശം കൊടുത്തിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും ഈ 65 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ അടിയന്തര ശസ്ത്രക്രിയ 2 ആഴ്ചയൊക്കെ നടത്തുന്നില്ല. അതിനക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താം. കാര്യം രോഗികളുടെ
സ്ഥിതി മോശമായവരുണ്ട്. അതുകൊണ്ടാണ് അത്ര എന്താണെന്ന് ബന്ധപ്പെട്ട് അന്വേഷിക്കാം, നമുക്ക് ആവശ്യമായ നടപടികൾ എടുക്കാം. കേരളത്തിലെ 167 ഫിഷ് ലാൻഡിംഗ് സെന്ററുകളുണ്ട് കേരളത്തിന്റെ തീരത്ത്. അപ്പൊ ഈ CMFRയുടെ ഡാറ്റാബേസ് അനുസരിച്ച് ഈ ഹോട്ട്സ്പോട്ടുമായിട്ട് ബന്ധപ്പെട്ട് 3 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ ഹാർബറുകൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ആൾക്കൂട്ടമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു ലേലത്തൊഴിലാളി അല്ല അദ്ദേഹം, ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട ഒരാള് കോവിഡ് വന്ന് മരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ ഈ ഹാർബറുമായി ബന്ധപ്പെട്ട് പണി ചെയ്യുന്ന സ്ത്രീയാണ്, മത്സ്യവിപണനം നടത്തുന്നവരാണ്. അപ്പം ഇതുപോലെയുള്ള ഭാഗങ്ങളിൽ ആശങ്കയുണ്ട് ആൾക്കാർ. അതിന് മാർഗനിർദ്ദേശം അവിടെ പാലിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അതുപോലെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കണം, അല്ലെങ്കിൽ അത് അവിടെ ഒരു ഭീതിയുള്ള ഒരു അന്തരീക്ഷമാണ്. ഇത്തരം കേന്ദ്രങ്ങളിൽ ഈ പറയുന്ന പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നേരത്തെ തന്നെ ഫിഷറീസ് വകുപ്പ് ലേലവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ക്രമീകരിക്കാനുള്ള നടപടികളിലേക്ക് കടന്നത്. അതിൻ്റെ ഭാഗമായി നല്ല മാറ്റം എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേക പ്രശ്നങ്ങളുള്ളതായി ഉയർന്നു വന്നിട്ടില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഇടപെട്ട് കാര്യങ്ങൾ നീക്കാം. നമ്മൾ ഇങ്ങനൊരവസ്ഥ നിലനിൽക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ പൂർണ്ണമായി അടച്ചിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ആ നില തുടരുന്നതാണ് നല്ലത്. റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളി വിദ്യാർത്ഥികൾ നേരത്തെ പലതവണ ഒരു നിവേദനം നൽകിയതാണ്. നിരവധി മലയാളി വിദ്യാർത്ഥികൾ റഷ്യയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാവും? എവിടെയുള്ളവരെയും തിരിച്ചു കൊണ്ടുവരാനല്ലേ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ റഷ്യയോട് മാത്രം പ്രത്യേക വിരോധമില്ലല്ലോ. നമുക്ക് എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടിയാണ്. ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ കാര്യം പറയുന്നതുകൊണ്ടാണ്, ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷ തന്നെയാണ് ഈ അഞ്ചൽ ഉത്തര വധക്കേസോട് ബന്ധപ്പെട്ട് അവിടെ ചെന്നിട്ട് പോലീസിന് വീഴ്ച പറ്റിയെന്ന് പറയുന്നത്. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു? എൻ്റെ ശ്രദ്ധയിൽ അത് ആ തരത്തിൽപ്പെട്ടിട്ടില്ല. സർക്കാർ ഓഫീസുകളൊക്കെ തുറന്നു, പാരന്റ്സ് അല്ലെങ്കിൽ അച്ഛനമ്മമാരൊക്കെ ജോലിക്ക് പോകേണ്ട ഒരു സാഹചര്യം, കുട്ടികളൊക്കെ ഉള്ളവർക്ക് നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അത് പ്ലേ സ്കൂളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം അതിനെന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങളോ നിയന്ത്രണങ്ങളോ വെച്ചിട്ട് പ്ലേ സ്കൂളുകൾ തുറക്കുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? പ്ലേ സ്കൂളുകളൊന്നും ഇപ്പോൾ തുറക്കാൻ പറ്റില്ലല്ലോ. കുട്ടികളെ ഇപ്പോൾ പൊതുവിൽ ഒരു സ്ഥലത്ത് ഇരുത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സ്കൂളുകൾ തന്നെ തുറന്നുകൂടെ? അതിപ്പോൾ തുടങ്ങുന്നില്ലല്ലോ. അത് കഴിയുന്ന കാര്യമല്ല. ഇപ്പോൾ മദ്യവിതരണം സുഖമായി നടക്കുന്നുണ്ട്. പക്ഷേ ഈ മൊബൈൽ ഉപയോഗിക്കാത്ത കുറെ ആളുകൾ, പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാർ കൂടുതൽ എല്ലാ ദിവസവും ഇവിടെ വന്ന് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച അവിടെ കൊണ്ടുണ്ട്. അതിനെന്തെങ്കിലും പരിഹാരം കാണാൻ എക്സൈസ് മന്ത്രിയായിട്ട് സംസാരിക്കുക എന്താണെന്നുള്ളത്. വിവാഹത്തിനും മരണത്തിനൊക്കെ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിലൊരു ക്രമീകരണം നേരത്തെ പറഞ്ഞിരുന്നു. ഈ വിവാഹ നിശ്ചയം, നിക്കാഹ് പോലുള്ള ചടങ്ങുകളിലും എണ്ണം ക്രമീകരിച്ചിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ് അക്കാര്യത്തിൽ? അല്ല, അതിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതും നേരത്തെ തന്നെ ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തിന് മുൻപുള്ള ചടങ്ങുകളും വിവാഹത്തിന് ശേഷമുള്ള ചടങ്ങുകളും ഒക്കെ ക്രമീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ബാധകം. എയർ കാർഗോ വഴി വന്നിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ആൾക്കാർ നേരിട്ട് പോയി എടുക്കണമെന്നാണ് പറയുന്നത്. അത് ഓതറൈസേഷൻ കൊടുത്തേച്ചെടുക്കുന്ന തരത്തിലൊരു നടപടി ഉണ്ടാകുമോ? തീർച്ചയായും അത് ആ തരത്തിൽ തന്നെ എടുക്കേണ്ടതാണ്. അതിനുള്ള നടപടികൾ ഉണ്ടാവും. ബാക്കി പിന്നീടാകാം. ഇതോട് എടുത്തിട്ട് അവസാനിപ്പിക്കാം. കവളപ്പാറയിലെ മണ്ണിടിച്ചിലെ വീടും അതുപോലെ തന്നെ സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ട ആളുകളിൽ, പ്രത്യേകിച്ച് ആദിവാസി കുടുംബങ്ങൾ, ഒരു 21ഓളം കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പിൽ കഴിയുന്നുണ്ട്. അവർക്ക് വീടും അതുപോലെ മറ്റു സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ടോ? അത് ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? അതിനൊരു പരിഹാരം കാണാനായിട്ട് ഇടപെടുമോ? അതിൻ്റെ നടപടികൾ ത്വരിതഗതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെയുള്ള കലക്ടർ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പരിശോധിച്ച് തിരുത്താം. ശരി.